ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. ഫോറക്സ് ട്രേഡിങ്ങിൽ ഫണ്ടഡ് ഫേമുമായി ബന്ധപ്പെട്ട ഫണ്ടഡ് അക്കൗണ്ടിൽ ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ് എന്ന് പറഞ്ഞ ഫേമിൽ ഇപ്പോൾ നല്ലൊരു ഡിസ്കൗണ്ട് നടക്കുന്നുണ്ട്. ഏകദേശം 33% ഓഫാണ്. ഏത് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 33% ഓഫർ ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ പുതിയ ഒരു പ്ലാനായിട്ടുള്ള IF1 എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടത്, അതുപോലെ തന്നെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് കുറേ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഫണ്ടൊന്നും കയ്യിലില്ലാത്ത ആളുകളാണ്, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണം, ഫോറക്സ് ട്രേഡിങ്ങിൽ ട്രേഡ് ചെയ്യണം, എന്നാൽ ഫണ്ട് അധികമില്ല, അങ്ങനെയുള്ള ആൾക്ക് ചെറിയൊരു ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ടുകൾ ആശ്രയിക്കാൻ പറ്റുന്നതാണ്. അപ്പം നിരവധി ഫണ്ടഡ് അക്കൗണ്ടുകളുണ്ട്. അധികം പല അക്കൗണ്ടുകളും ഫേക്കായിട്ടുള്ള ഒരുപാടെണ്ണുണ്ട്. അതുപോലെ എന്നാലും ഒരുപാട് റിവ്യൂ നല്ല കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഫണ്ടഡ് അക്കൗണ്ടുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ഫണ്ടഡ് ഫേംസിൽ ഒരു ഫേമാണ് ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ഫണ്ടഡ് അക്കൗണ്ടാണ് ഞാൻ അധികം ഉപയോഗിക്കാറ്. ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് ഉപയോഗിക്കുമ്പോൾ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ അക്കൗണ്ടിനേക്കാൾ ചെറിയ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരമുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഡിസ്കൗണ്ട് ഓഫറൊക്കെ വരുമ്പോൾ എടുക്കുകയാണെങ്കിൽ ഒന്നും നന്നായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഓൺ റിസർച്ച് നോക്കിയ ശേഷം ഇതിൻ്റെ ടേംസും അതുപോലെ FAQs ഒക്കെ വായിച്ച ശേഷം നിങ്ങൾ എടുക്കാം. അപ്പോൾ അതിലധികം റൂൾസുകൾ ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ്ങിൽ നിങ്ങൾക്ക് ഡെയിലി ഡ്രോ ഡൗൺ ഇല്ല എന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇത് പറഞ്ഞാൽ ഇപ്പോൾ 2,500 അക്കൗണ്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 250 ശതമാനമായിരിക്കും നിങ്ങൾക്ക് ഡെയിലി ഡ്രോ മാക്സിമം ഡ്രോ ഡൗൺ. അപ്പോൾ അതിൽ 5% നിങ്ങൾ അപ്പാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേ ഔട്ട് 14 ദിവസത്തിന് ശേഷം പേ ഔട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നീടുള്ള ഓരോ 7 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ $25 പ്രോഫിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ ഔട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ അതിലുള്ള നല്ലൊരു ഫേം തന്നെയാണ്. നല്ല രീതിയിൽ പേ ഔട്ടും കൊടുക്കുന്നുണ്ട്. അധികം റിജക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ന്യൂസ് ട്രേഡിംഗ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ വീക്കെൻഡ് ഹോൾഡിംഗ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ആക്കി കൊടുത്താൽ മതി. പിന്നീട് ഇതിൽ വരുന്നത് IF മൈക്രോ ഉണ്ട്. അതുപോലെ തന്നെ IF മൈക്രോ നിങ്ങൾ എടുക്കുമ്പോൾ കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. ഞാൻ എടുത്തിരുന്നു, പക്ഷേ എനിക്കത് കാരണം നമുക്ക് തോന്നിയ പോലെ പ്രോഫിറ്റ് ഒന്നും എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 15% ലേക്കാൾ കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കാരണം MF മൈക്രോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ 1 ഫേസോ അല്ലെങ്കിൽ 2 ഫേസോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. 1 ഫേസ് മൈക്രോ ഉണ്ട്, 2 ഫേസ് മാക്സ് ഉണ്ട്. അത്തരമുള്ള അക്കൗണ്ടുകളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ് ആണ്. കാരണം അതാണ് 4.5 ഹയർ പേ ഔട്ട് ചാൻസ് കൂടുതലുള്ളത് തന്നെയാണ്. കാരണം ഇതിൽ ചലഞ്ചുകളും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പേ ഔട്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഡെയിലി ഡ്രോ ഡൗണും ഇല്ല. നിങ്ങൾക്ക് 5% അപ്പായി കഴിഞ്ഞാൽ പിന്നെ സ്മാർട്ട് ഡ്രോ ഡൗൺ ആണ്. സ്മാർട്ട് ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10% ആണ് മാക്സിമം ഡ്രോ ഡൗൺ. അത് നിങ്ങൾ 5% അപ്പായി കഴിഞ്ഞാൽ പിന്നെ 5% ആയിരിക്കും നിങ്ങളുടെ മാക്സിമം ഡ്രോ ഡൗൺ ആയിട്ട് വരിക. പിന്നീട് 14 ദിവസം ആയിരിക്കും ഫസ്റ്റ് പേ ഔട്ട്. പിന്നെ നിങ്ങൾക്ക് മിനിമം നിങ്ങൾ പ്രോഫിറ്റബിൾ ഡേയ്സ് ഇതിൽ കണക്കാക്കുന്നത് പ്രോഫിറ്റ് സ്പ്ലിറ്റ് 80% ആയിരിക്കും. പിന്നെ സ്കെയിലിംഗ് 10% നിങ്ങൾ പ്രോഫിറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ 2,500 10% ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ നേരെ 2,500 5,000 ആക്കും നിങ്ങളുടെ ക്യാപിറ്റൽ. വീണ്ടും നിങ്ങൾ 5,000 10% ആക്കി കഴിഞ്ഞാൽ $500 ആയി കഴിഞ്ഞാൽ നിങ്ങൾ 5,000 നേരെ അല്ലെങ്കിൽ 5,000 എന്നുള്ളത് 7.7 ഫസ്റ്റ് ഏതാണ് നിങ്ങൾ ആ ഒരു രീതിയിലായിരിക്കും ഡബിൾ ഉണ്ടാകുക. അപ്പോൾ 7,500 ഉണ്ടാവും, പിന്നെ 10,000, പിന്നെ 12, അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ സ്കെയിലപ്പ് ഉണ്ടായിരിക്കുക. പിന്നെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞില്ല, നോ മിനിമം നമ്പർ ഓഫ് ട്രേഡിംഗ് ഡേയ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഹോൾഡിംഗ് ഓവർനൈറ്റ് അവൈലബിൾ ആണ്. ഹോൾഡിംഗ് ഓവർ വീക്കെൻഡ് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ആഡ് ഓൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂസ് ട്രേഡിങ്ങിലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീക്കെൻഡ് ഹോൾഡ് ചെയ്യുകയും ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൽ നമ്മൾ ഈ ഒരു അലോ ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിവിടെ ലിവറേജ് കുറയും. കറൻസി 1:100 ആണ്. കമ്മോഡിറ്റി 1:20 ആണ്. കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾഡ് സിൽവർ ഒക്കെയാണ്. ഇപ്പോൾ ഇൻഡിസസ് ക്രിപ്റ്റോ 1:2 ആണ്. അത് നമ്മൾ ഇത് അലോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കമ്മോഡിറ്റി 1:8 ആവും. അതുപോലെ തന്നെ കറൻസി 1:30 ആവും. അപ്പോൾ ലിവറേജ് അങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കും. എന്നാലും നമുക്ക്
നമുക്ക് ചെറിയ രീതിയിലൊക്കെ ട്രേഡ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ അക്കൗണ്ട് 625 625 എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ അക്കൗണ്ടാണ്. അതിൽ നമുക്ക് 33% ഓഫ് ഉണ്ട്. അപ്പോൾ 2500 അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ MT5 ഈ കാര്യങ്ങൾ നോക്കി MT5 ആണ് ഉപയോഗിക്കുന്നത്. കമ്മീഷൻ ഫ്രീ അല്ലെങ്കിൽ റോ സ്പ്രെഡ് കമ്മീഷൻ ഫ്രീ കൊടുക്കാം. $148 ടോട്ടൽ വരുന്ന ഡോളർ. ഇവിടെ 33% ഓഫ് ഈ ഒരു കോഡ് നമ്മൾ കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മൾ അത് ചെക്കൗട്ട് ചെയ്യുമ്പോൾ കൊടുക്കണം. പിന്നെ ഇത് ഇപ്പോൾ ഇതിൻ്റെ ഫ്രീ കിട്ടുന്നത് എനി പ്രൊഡക്റ്റ് ആൻഡ് ഇൻസ്റ്റൻ്റ്ലി ഗെറ്റ് എ ഫ്രീ $10,000 ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ $100 മുകളിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ. ഇനി നിങ്ങൾ $100 താഴെയാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ $5,000 അക്കൗണ്ട് ആയിരിക്കും. IF1 എന്ന് പറഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കിട്ടുക. 5,000 അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിന് $38 ഉണ്ട്. അതുപോലെ തന്നെ ഇനി 10,000 അക്കൗണ്ട് ആണെങ്കിൽ അതിന് $63 നിങ്ങൾക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കും. അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡെയിലി ഡ്രോഡൗൺ, അതുപോലെ മാക്സിമം ഡ്രോഡൗൺ, പ്രോഫിറ്റ് സ്പ്ലിറ്റ്, പിന്നെ വീക്കെൻഡ് ഹോൾഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. IF1 എന്ന് പറഞ്ഞ അക്കൗണ്ട് ഡീറ്റെയിൽസ്. കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി FAQ എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ലഭിക്കുന്നതാണ്. എന്തെല്ലാം സംശയങ്ങൾ അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡിങ്ങിലേക്ക് വരാം. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ്, MT5, അതുപോലെ തന്നെ കമ്മീഷൻ ഫ്രീ 2500, ഹലോ ന്യൂസ്, മൊത്തം $140 കാണിക്കുന്നത്. അത് സ്റ്റാർട്ട് നൗ ഒന്ന് കൊടുക്കുക. അപ്പോൾ ചെക്കൗട്ട് പേജിലേക്കായിരിക്കും പോയി. ചെക്കൗട്ട് പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിന് മുമ്പ് ഞാനിവിടെ ആ പ്രൊമോ കോഡ് അടിക്കുമ്പോൾ നമുക്ക് ഇത്ര വരുന്ന 33 ഓഫ് 1 എന്നുള്ള പ്രൊമോ കോഡാണ് അടിക്കേണ്ടത്. അടിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ കോഡ് അടിക്കുമ്പോൾ $148 എന്നുള്ളത് $99 ഓക്കെ. അപ്പോൾ $100 താഴെയാണെങ്കിൽ നമുക്ക് 5,000 അക്കൗണ്ട് കിട്ടുള്ളൂ. 10,000 അക്കൗണ്ട് ആണെങ്കിൽ $100 മുകളിലായിരിക്കും ഓക്കെ. അതിന് ശേഷം നിങ്ങൾക്ക് ആപ്പിൾ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, അതുപോലെ തന്നെ കൺഫേം എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് എന്താ ക്രിപ്റ്റോ പേയ്മെൻറ്റ് നടത്തണമെന്നെങ്കിൽ റാപ്പിഡ് ട്രാൻസ്ഫർ ഉണ്ട്, സ്കിൽ നെറ്റല്ലർ ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡാണെങ്കിൽ കാർഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിപ്റ്റോ ആണെങ്കിൽ ക്രിപ്റ്റോ ആയിട്ട് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ക്രിപ്റ്റോൻ്റെ അഡ്രസ്സ് വരും. അതിനുശേഷം നിങ്ങളുടെ വാലറ്റിൽ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം അതൊന്ന് സെൻഡ് ചെയ്യാം. അങ്ങനെയാണിത്. അതിനുശേഷം നിങ്ങൾക്ക് അക്കൗണ്ട്, നിങ്ങളുടെ ഡാഷ്ബോർഡ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ലഭിക്കും. അതിൽ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ MT5 ലോഗിൻ ചെയ്ത ശേഷമാണ് നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി അതിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ സപ്പോർട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ചാറ്റ് ചെയ്താലും ഒക്കെ ഇൻസ്റ്റൻ്റ്ലി അവർ റിപ്ലൈ ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം അറിയിക്കാനാണ്. ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ് ഇപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓഫർ തന്നെ കിട്ടും. അതിനോട് കൂടി അക്കൗണ്ടും ഫ്രീ ഉണ്ട്. എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഒരുപാട് റൂൾസുകൾ, നിങ്ങൾക്കൊരു സിസ്റ്റം നിങ്ങൾ അല്ലെങ്കിൽ ഒരു നല്ല ഡിസിപ്ലിനോട് കൂടി ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഒരു ഫണ്ടഡ് അക്കൗണ്ടൊക്കെ എടുത്ത് ട്രേഡ് ചെയ്യാം. കാരണം അതിൽ ഒരുപാട് റൂൾസുകളുണ്ട്. നമ്മൾ സ്വന്തം ക്യാപിറ്റലാകുമ്പോൾ നമുക്ക് റൂൾസുകളൊന്നും നമുക്ക് പാലിക്കാൻ കുറച്ച് മടിയായിരിക്കില്ല. അപ്പോൾ അങ്ങനെ റൂളുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ക്യാപിറ്റൽ നമ്മുടെ ഓൺ അക്കൗണ്ടിലിട്ടിട്ട് നമ്മൾ റൂളിൽ നമ്മളെ രീതിയിൽ തന്നെ നമ്മൾ ട്രേഡ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ. അപ്പോൾ ഇത്രയാണ് വീഡിയോ. അപ്പോൾ താല്പര്യമുള്ള ഇതിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായും താഴെ ലിങ്ക് കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്കെല്ലാം അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.